നമ്മൾ ഫാർമക് സീരീസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടാബ്ലറ്റ് എക്സിപ്പിയൻസ്. അതുപോലെ കളർ കോമ്പാറ്റിബിൾ, അതായത് നമ്മുടെ ആ ഒരു മെയിൻ ഡ്രഗ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഡ്രഗിന് ഒരു കളർ, ടാബ്ലറ്റ് എക്സിപ്പിയൻസ് ക്ലിയർ ആയല്ലോ. ഡൈലുവൻസ്, ബൈൻഡിങ് ഏജൻസ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്, അഡ്സോർബൻസ്, ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് ആൻഡ് ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ്. ഓക്കെ, സോഡിയം സ്റ്റാർച്ച് ഗ്ലൈക്കോലൈറ്റ്, ക്രോസ് പോവിഡോൺ, ക്രോസ് കാർമെലോസ്, പൊളാക്രിലിൻ, പൊട്ടാസ്യം, ഇത്രയുമാണ് സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു എജിസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമ്മൾ ഫാർമക് സീരീസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടാബ്ലറ്റ് എക്സിപ്പിയൻസ്. അപ്പൊ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതില് ടാബ്ലറ്റ് എക്സിപ്പിയൻസ് എന്ന് പറയുന്നതും നമ്മുടെ ഡിഫക്ട്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് ടാബ്ലറ്റ് എക്സിപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ എക്സിപ്പിയന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ടാബ്ലറ്റ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും അല്ലെ. നമ്മൾ API എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അപ്പൊ ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് അല്ലാതെ നമ്മൾ അതിനകത്തേക്ക് കുറെ ഇനേർട്ട് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസിനെ കൂടി നമ്മൾ ആഡ് ചെയ്യും. സോ അങ്ങനെയുള്ള ഇനേർട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസിനെയാണ് അത്. പക്ഷെ അത് ആക്ച്വലി കോമ്പാറ്റിബിൾ ആയിരിക്കണം. നമ്മുടെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റും എക്സിപ്പിയൻസും തമ്മിൽ അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഇനേർട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ എക്സിപ്പിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് മെനി ഇനേർട്ട് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ആൻഡ് ദേ ആർ കോൾഡ് കളക്റ്റീവ്ലി കോൾഡ് ആസ് അഡിറ്റീവ്സ് ഓർ എക്സിപ്പിയൻസ്. ഞാൻ പറഞ്ഞില്ലേ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് അല്ലാതെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ അഡിറ്റീവ്സ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എന്താ പറയാ, ടാബ്ലറ്റ് എക്സിപ്പിയൻസ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സബ്സ്റ്റൻസിന് ടാബ്ലറ്റ് എക്സിപ്പിയന്റ് ആവണമെങ്കിൽ കുറച്ച് ഐഡിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് വൺ? ഇറ്റ് മസ്റ്റ് ബി നോൺ ടോക്സിക് ആൻഡ് അക്സെപ്റ്റബിൾ ടു റെഗുലേറ്ററി ഏജൻസീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളൊരു ഡ്രഗ് നമ്മൾ കഴിക്കുന്നത് ഒരു ഡിസീസിന്, ഒരു തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സോ അതൊരിക്കലും നമുക്ക് ഹാം ചെയ്യുന്നത് ആവാനായിട്ട് പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തെറാപ്യൂട്ടിക് ലൈക്ക് ദിസ് എക്സിപ്പിയന്റ് എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആയിരിക്കണം, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കണം. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമുക്ക് എക്സിപ്പിയന്റ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് എക്സിപ്പിയന്റ് ഏതാണ്? ലാക്ടോസ് ആണ് അല്ലെ. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. സോ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം. നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് നമ്മൾ എക്സിപ്പിയൻസ് ആക്കുമോ? ഇല്ല. എക്കണോമിക്കലി ചീപ്പ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എക്കണോമിക്കലി അത് ചീപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്കലി അഫോർഡബിൾ ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് ഫിസിയോളജിക്കലി ഇനേർട്ട്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കാനായിട്ട് പാടില്ല. സോ ഇറ്റ് മസ്റ്റ് ബി ഫിസിയോളജിക്കലി ഇനേർട്ട്. അതുപോലെ തന്നെ ഫിസിക്കലിയും കെമിക്കലിയും സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ എന്താണ്? ഫ്രീ ഓഫ് മൈക്രോബയോളജിക്കൽ ലോഡ്. നമ്മൾ ഒരു ഡ്രഗിന്റെ മാനുഫാക്ചറിങ്ങിനാണ്, സോ കണ്ടാമിനൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കളർ കോമ്പാറ്റിബിൾ, അതായത് നമ്മുടെ ആ ഒരു മെയിൻ ഡ്രഗ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഡ്രഗിന് ഒരു കളർ, എക്സിപ്പിയൻസിന് ഒരു കളർ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ ടാബ്ലറ്റിൽ തന്നെ നമ്മൾ ഒരു ഡിഫക്റ്റ് പഠിച്ചല്ലേ, മോട്ട്ലിംഗ് എന്ന് പഠിച്ചു, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അതുപോലെ കളർ കോമ്പാറ്റിബിൾ ആയിരിക്കണം, വിത്തൗട്ട് ഡിലീറ്ററിയസ് എഫക്ട് ഓൺ ഡ്രഗ് ബയോ അവൈലബിലിറ്റി. ആ ഡ്രഗിന്റെ ബയോ അവൈലബിലിറ്റിനെ യാതൊരു കാരണവശാലും ഇത് അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇത്രയും പ്രോപ്പർട്ടീസ് പാലിക്കുന്ന ഒരാളായിരിക്കണം ടാബ്ലറ്റ് എക്സിപ്പിയന്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ എക്സിപ്പിയൻസിനകത്ത് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഏതാണ്? ഡൈലുവൻസ്. സെക്കൻഡ് ഇസ് ബൈൻഡേഴ്സ്. തേർഡ് വൺ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്. ഫോർത്ത് വൺ അഡ്സോർബൻസ്. ഫിഫ്ത്ത് വൺ ആന്റി ഫ്രിക്ഷണൽ ഏജൻസ്. അതിനകത്ത് തന്നെ ലൂബ്രിക്കൻസ് വരുന്നുണ്ട്, അതുപോലെ ഗ്ലൈഡൻസ് വരുന്നുണ്ട്. പിന്നെ ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ് ലൈക്ക് കളറിംഗ് ഏജൻസ്, ഫ്ലേവറിംഗ് ഏജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ടാബ്ലറ്റ് എക്സിപ്പിയൻസ് എന്ന് പറയാം. എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്നുകൂടി നോക്കാം. ഡൈലുവൻസ് വരുന്നുണ്ട്. പിന്നെ എന്താണ്? ബൈൻഡിങ് ഏജൻസ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്, അഡ്സോർബൻസ്, ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് ആൻഡ് ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ്. ഓക്കെ, അപ്പൊ ഡൈലുവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഡൈലുവൻസ് എന്ന് പറയുമ്പോൾ
ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഇൻക്രീസ് ദ ബൾക്ക് ഓഫ് ദ ടാബ്ലറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ പ്രോസസിങ് അല്ലെ. അപ്പൊ ചില കേസിൽ നമ്മൾ എടുക്കുന്ന ഡ്രഗിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണെങ്കിൽ അതിന്റെ ആ ഒരു ബൾക്ക്നെസ് അല്ലെ അത് മൊത്തത്തിൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഡൈലുവൻസിനെ നമ്മൾ യൂസ് ചെയ്യണം. ഡൈലുവൻസിനെ നമ്മൾ ബൾക്കിംഗ് ഏജൻസ് എന്നും ഫില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ടാബ്ലറ്റിന്റെ ബൾക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സിപ്പിയൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഡൈലുവൻസ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജൻസ് നമുക്ക് പറയാം, ഫില്ലേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലുവൻ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. ഓക്കെ, അടുത്തത് ബൈൻഡിങ് ഏജന്റ്. ബൈൻഡിങ് ഏജന്റിൽ തന്നെ ഉണ്ടല്ലേ ബൈൻഡേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാർട്ടിക്കിൾസിനെ തമ്മിൽ ഒന്നിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മളൊരു ടാബ്ലറ്റ് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണമെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ടൈറ്റ്ലി ഹെൽഡ് ആയിരിക്കണം അല്ലെ. സോ ഇങ്ങനെ പാർട്ടിക്കിൾസിനെ തമ്മിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബൈൻഡേഴ്സ് ആണ്. അടുത്ത ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്. നമുക്കറിയാം നമ്മുടെ ഒരു ടാബ്ലറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ GIT എത്തിയിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും അല്ലെ. എന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് കിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു ടാബ്ലറ്റിന്റെ ആ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ അതിന് ഒരു ഡിസിൻറ്റഗ്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എന്ന് നമ്മൾ പറയുക. അടുത്ത അഡ്സോർബൻസ് എന്താണ്? അഡ്സോ മോയ്സ്ചർ ഓർ ലിക്വിഡ് ടു ഇംപ്രൂവ് പൗഡർ ഫ്ലോ ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് അതിന്റെ പുറത്തുനിന്ന് മോയ്സ്ചറിനെയും അതുപോലെയുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസിനെയൊക്കെ അഡ്സോർബ് ചെയ്യാൻ, അതായത് എന്താണ് ഈസി ആയിട്ട് പൗഡർ ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അഡ്സോർബൻസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ ടാബ്ലറ്റും, അതായത് ടാബ്ലറ്റ് എക്സിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആ ടാബ്ലറ്റിന്റെ മാനുഫാക്ചറിംഗിന്റെ ഏതൊരു സ്റ്റെപ്പിലും നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എക്സിപ്പിയൻസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ആ ടാബ്ലറ്റും അതുപോലെ നമ്മുടെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, നമ്മൾ പഞ്ചസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആ കംപ്രഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ ആ മെഷീന്റെ സർഫസും ടാബ്ലറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ്. അതായത് ഒരു രീതി പറയണമെങ്കിൽ പൗഡറിന്റെ ഫ്ലോ അല്ലെ, ഗ്ലൈഡൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദി ഫ്ലോ പ്രോപ്പർട്ടീസ്. സോ അങ്ങനെയുള്ള ഒരു ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ്, അവിടെ ഒരു റിയേജൻസ് എന്ന് കയറി വരികയാണ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് എന്ന് പറയാം. പിന്നെ ഓർഗാനോലെപ്റ്റിക് നമുക്കറിയാം എന്താണ് അതിന്റെ ആ ഒരു പേഷ്യന്റ് സ്മൂത്ത് ആയിട്ട് ആ ഒരു ഡ്രഗ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ, അതായത് എന്താ പറയാ അതിന്റെ ടേസ്റ്റ്, കളർ അതുപോലെ അപ്പിയറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ്. ദാറ്റ് മീൻസ് ടു ഇംപ്രൂവ് ദി പേഷ്യന്റ് അക്സെപ്റ്റബിലിറ്റി. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ് എക്സിപ്പിയൻസ്. ക്ലിയർ ആയല്ലോ? ഡൈലുവൻസ്, ബൈൻഡിങ് ഏജൻസ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്, അഡ്സോർബൻസ്, ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് ആൻഡ് ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പഠിക്കാം അല്ലെ. ഇപ്പൊ ഡൈലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫില്ലേഴ്സ് എന്നും പറയും, ബൾക്കിംഗ് ഏജൻസ് എന്നും പറയും അല്ലെ. നോക്കിക്കേ, അതായത് ഒരു ടാബ്ലറ്റിന്റെ ആ ഒരു ബൾക്ക്നെസ് അല്ലെ റിക്വയർഡ് ബൾക്ക് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ഡൈലുവൻസ് എന്ന് പറയാം. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈലുവന്റ് ഏതാണ്? ലാക്ടോസ്. ഓക്കെ, അപ്പൊ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് anhydrous lactose has the advantage over lactose in that it does not undergo the Maillard reaction. അതായത് ഈ ലാക്ടോസിൽ തന്നെ സ്പ്രേഡ് റൈറ്റ് ലാക്ടോസ്, anhydrous lactose അങ്ങനെ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ അതില് നോർമൽ ആയിട്ട് ഈ ലാക്ടോസ് കണ്ടെയ്നിങ് ടാബ്ലറ്റ്സ് അണ്ടർഗോ ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് മൈലാർഡ്സ് റിയാക്ഷൻ. അതായത് നമ്മുടെ anhydrous lactose അത് അണ്ടർഗോ ചെയ്യുന്നില്ല. anhydrous ലാക്ടോസിന് പ്ലെയിൻ ലാക്ടോസിനേക്കാളും ഒരു ബെനിഫിറ്റ് ഉള്ളത് അതാണ്. അപ്പൊ ഈ മൈലാർഡ്സ് റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും എല്ലാ എക്സാംസിനും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈലാർഡ്സ് റിയാക്ഷൻ. അത് ഇത്രയേ ഉള്ളൂ. അതായത് മെയിൻ ആയിട്ടും ചില പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്, അതായത് അവരുടെ സ്ട്രക്ചറിൽ അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള അമീൻ കണ്ടെയ്നിങ് ഡ്രഗ്സ് എന്താണ്, നമ്മൾ അതിനകത്ത് ലാക്ടോസ് ആണ് നമ്മൾ ഡൈലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മെറ്റൽ സ്റ്റിയറൈറ്റ് ലൂബ്രിക്കേറ്റിന്റെ പ്രസൻസ്, ടെക്നീഷ്യൻ സ്റ്റിയറൈറ്റ് ആവാം, ഈ സ്റ്റിയറൈറ്റ്സ് എല്ലാം തന്നെ ലൂബ്രിക്കൻസ് ആണ് കേട്ടോ, അത് ഓർത്തോണേ. സ്റ്റിയറൈറ്റ്സ് എല്ലാം ലൂബ്രിക്കൻസിലും വരുന്നുണ്ട്, ഡിസിൻറ്റഗ്രേറ്റ്സിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മെറ്റൽ സ്റ്റിയറൈറ്റ് ലൂബ്രിക്കന്റിന്റെ പ്രസൻസിൽ ഈ അമീൻ ഡ്രഗ്സും നമ്മുടെ ലാക്ടോസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കും. അതായത് ആ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് ആ ടാബ്ലറ്റ്സിൽ ഒരു ഡിസ്കളറേഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു റിയാക്ഷനാണ് നമ്മൾ മൈലാർഡ്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ഓഫ് സർട്ടൻ അമീൻ ഡ്രഗ്സ് with a commonly used diluent lactose in the presence of metal stearate lubricant. Resulting tablets were gradually discolored with time. നോക്കിക്കേ, കണ്ടോ അവിടെ ചെറിയ അവിടെ ഇവിടേക്ക് ആയിട്ടൊരു ഡിസ്കളറേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ ഈ ടാബ്ലറ്റില്, കണ്ടോ? ഇതിനെയാണ് നമ്മൾ മൈലാർഡ്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ?
കണ്ട ഓരോ സമയം ഇതാണ് ഇനിഷ്യൽ ടൈമിലുള്ള ടാബ്ലറ്റ്. ഇത് ഓരോ സമയം കഴിയുമ്പോഴത്തേക്ക് നോക്കിയേ അവിടെ ആ ഒരു ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ആ ടാബ്ലറ്റിന്റെ കളർ അവിടെ മാറുന്നുണ്ട്. സോ അതാണ് മൈലാർഡ് റിയാക്ഷൻ എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തത് ബൈൻഡേഴ്സ് അല്ലെങ്കിൽ അഡ്ഹസീവ്സ് എന്നാണ് നമ്മൾ പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർട്ടിക്കിൾസിനെ തമ്മിൽ ഹെൽഡ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന agents ആണ് അല്ലെ. These materials are added either dry or in liquid form during wet granulation to form granules or to promote cohesive compacts for directly compressed tablets. In dry granulation, binders are added in dry form. ഇത്രേ ഉള്ളൂ ആ പാർട്ടിക്കിൾസിനെ തമ്മിൽ ഒരുമിച്ച് നിർത്താൻ. അതായത് എന്താണ്, ഒന്നല്ലെങ്കിൽ ഒരു ഗ്രാനുവൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെയുള്ള എന്താണ് ഒരു കൊഹസീവ് ഇമ്പാക്ട് അല്ലെ. അതായത് അവർ തമ്മിൽ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സിപ്പിയന്റിനെയാണ് നമ്മൾ ബൈൻഡേഴ്സ് എന്ന് നമ്മൾ പറയാ. കോമൺ ആയിട്ട് അക്കേഷ്യ, ട്രഗാകാന്ത്, ജെലാറ്റിൻ, ആൽജിനേറ്റ്സ് ആൻഡ് സെല്ലുലോസ് ഡെറിവേറ്റീവ്, പോളിവിനൈൽ പൈറോളിഡിൻ, ഇത്രയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബൈൻഡേഴ്സ് കേട്ടോ. ഏതൊക്കെയാണ്? അക്കേഷ്യ, ട്രഗാകാന്ത്, ജെലാറ്റിൻ ഒക്കെ ഓർത്തോണം. അടുത്താണ് ഡിസിൻറ്റഗ്രൻസ്. ഡിസിൻറ്റഗ്രൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞു ഓൾറെഡി, അതായത് ടാബ്ലറ്റിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെ, അല്ലെങ്കിൽ അതിന് ഡിസിൻറ്റഗ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ, അതായത് വൺസ് ഇറ്റ് റീച്ചസ് ദി ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, നമ്മുടെ ആ ഒരു ഫ്ലൂയിഡിൽ വെച്ചിട്ട് ടാബ്ലറ്റിന് ബ്രേക്ക് ചെയ്യണം അല്ലെ. ബ്രേക്ക് ചെയ്താണ് അതിന്റെ കണ്ടന്റ്സ് അതിൽ നിന്ന് റിലീസ് ആവുള്ളൂ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ഡിസിൻറ്റഗ്രൻസ് എന്ന് പറയാം. സ്റ്റാർച്ചും സ്റ്റാർച്ച് ഡെറിവേറ്റീവ്സ്, ക്ലേസ് ഒക്കെ എന്താണ്? ഡിസിൻറ്റഗ്രൻസ് ആണ്. അപ്പൊ അതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് വരുന്നതാണ് സൂപ്പർ ഡിസിൻറ്റഗ്രൻസ്. സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് പറഞ്ഞാൽ ദേ മാർക്ക്ലി റെഡ്യൂസ് ടാബ്ലറ്റ് ഡിസിൻറ്റഗ്രേഷൻ ടൈം. അപ്പൊ സൂപ്പർ ഡിസിൻറ്റഗ്രൻസ് എന്താന്നുള്ളതും അതായത് അതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഡിയം സ്റ്റാർച്ച് ഗ്ലൈക്കോലൈറ്റ്, ക്രോസ് പോവിഡോൺ, ക്രോസ് കാർമലോസ്, പൊളാക്രിലിൻ, പൊട്ടാസ്യം, ഇത്രയുമാണ് സൂപ്പർ ഡിസിൻറ്റഗ്രൻസിന്റെ എക്സാമ്പിൾ. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി ബൈൻഡേഴ്സ് ആൻഡ് അഡ്ഹസീവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? ആന്റി ഫ്രിക്ഷണൽ ഏജൻസ്. ആന്റി ഫ്രിക്ഷണൽ ഏജൻസിനകത്ത് ലൂബ്രിക്കൻസ് വരുന്നുണ്ട്, ആന്റി അഡ്ഹറൻസ് വരുന്നുണ്ട്, ഗ്ലൈഡൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ലൂബ്രിക്കൻസ് നോക്കിയേ, ലൂബ്രിക്കേഷൻ നമ്മൾ പറയത്തില്ലേ, ലൂബ്രിക്കൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ ടാബ്ലറ്റ് ഇജക്ട് ആവുന്ന സമയത്ത് ആ ടാബ്ലറ്റും അതുപോലെ തന്നെ നോക്കിക്കേ നമ്മുടെ ഡൈ ക്യാവിറ്റിയുടെയും ഇടയിലുള്ള ഒരു ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ ആന്റി അഡ്ഹറൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ സ്റ്റിക്കിംഗ് ഓർ അഡ്ഹഷൻ ഓഫ് ദ ടാബ്ലറ്റ് ഗ്രാനുലേഷൻ ഓർ പൗഡർ ടു ദ ഫേസസ് ഓഫ് ദ പഞ്ചസ്. നമ്മൾ ഡിഫെക്ട്സിൽ നമ്മൾ പറഞ്ഞല്ലേ എന്താണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു സ്റ്റിക്കിംഗ് അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി അഡ്ഹറൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഗ്ലൈഡൻസ്. ഗ്ലൈഡൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടാബ്ലറ്റ് ഗ്രാനുലേഷന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു പൗഡർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലോ പ്രോപ്പർട്ടീനെ കൂട്ടാൻ വേണ്ടി, നല്ല സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതായത് ആ ഒരു ഫ്രിക്ഷൻ അവിടെ കുറഞ്ഞു എന്നുള്ളതാണ് അല്ലെ. സോ അങ്ങനെ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൈഡൻസിനെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ലൂബ്രിക്കൻസ് എന്തൊക്കെയാണ്? ലൂബ്രിക്കൻസിൽ തന്നെ സോലുബിൾ ലൂബ്രിക്കൻസും ഇൻസോലുബിൾ ലൂബ്രിക്കൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. സ്റ്റിയറൈഡ്സ് ആണ് കോമൺ ആയിട്ട് ഡിസിൻറ്റഗ്രൻസിൽ വരുന്നത്. മാഗ്നീഷ്യം സ്റ്റിയറൈഡ്, സ്റ്റിയറിക് ആസിഡ്, സോഡിയം സ്റ്റിയറൈൽ, ഫ്യൂമറൈറ്റ്. ഓക്കെ, ഗ്ലൈഡൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ടാൽക് ആണ്. ടാൽക് അല്ലാതെ കൊളോയിഡൽ സിലിക്ക ആൻഡ് കോൺ സ്റ്റാർച്ച്, ഇത്രയുമാണ് ഗ്ലൈഡൻസിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് പെട്ടെന്ന് നമ്മൾ എല്ലാ ടാബ്ലറ്റിന്റെ എക്സിപ്പിയൻസിനെ കുറിച്ചിട്ടും അതിന്റെ എക്സാമ്പിൾസും ഒന്ന് നോക്കി. പിന്നെ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഒരു മെക്കാനിസം, എന്താണ് ആ എക്സിപ്പിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് നമ്മൾ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചേക്കണം. അത് അങ്ങനെ തന്നെ ചോദിക്കാം. സ്റ്റാർച്ച് ബിലോങ്സ് ടു ഡാഷ് കൈൻഡ് ഓഫ് ടാബ്ലറ്റ് എക്സിപ്പിയൻസ്. അപ്പൊ സ്റ്റാർച്ച് ഏതിലാ വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് എഡ്യൂസ് അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, സോ എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. നന്നായിട്ടൊക്കെ പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. RRBയുടെ എക്സാം നമുക്ക് ഈ ഒരു നവംബർ ഡിസംബർ ടൈമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതി ക്രാക്ക് ചെയ്യുക എല്ലാവരും. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.